എടേ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, ജ്യോതിർമയ് ചത്തോപാധ്യായ എന്ന ബംഗാളി കോളമിസ്റ്റ് ഇന്ന് രാത്രി 9:30 ആകുമ്പോഴത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വേണ്ടി കുറച്ച് അപ്ഡേറ്റുകൾ പുറത്തേക്ക് വിടുമെന്ന്. ആ ജ്യോതിർമയ് ചത്തോപാധ്യായയുടെ അപ്ഡേറ്റ് നോക്കി വന്നപ്പോഴാണ് ഫുട്ടിനോവ എന്ന് പറയുന്ന പുതിയൊരു പേജിൽ പുതിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള 10 വ്യക്തികൾ ചേർന്നിട്ടുള്ള ഒരു വലിയ കൺസോർഷ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഓയിൽ മണി ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒഴുകും എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അത് എത്രമാത്രം വിശ്വാസത്തിലെടുക്കാം എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. ചത്തോപാധ്യായ അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആക്റ്റീവ് തന്നെയാണ്. 2 ഡൊമസ്റ്റിക് പ്ലേയേഴ്സുമായിട്ട് നിലവിൽ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ മോശം പ്ലേയേഴ്സ് അല്ല, ഹൈ ക്വാളിറ്റി 2 പ്ലേയേഴ്സുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജംഷഡ്പൂർ എഫ്സിയുമായി കോൺട്രാക്ട് ഉണ്ടായിരുന്ന എന്നാൽ ചർച്ചിൽ ബ്രദേഴ്സിൽ കളിക്കാൻ താല്പര്യമില്ലാത്ത ചില താരങ്ങളുമായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി തുടരും എന്ന് ജ്യോതിർമയ് ചത്തോപാധ്യായ പറഞ്ഞു. പിന്നെ 5 പുതിയ വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ വരും എന്ന് ജ്യോതിർമയ് ചത്തോപാധ്യായ പറഞ്ഞിട്ടുണ്ട്. അത് എത്രമാത്രം വിശ്വസിക്കാം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും പുള്ളിയുടെ ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്: മറ്റ് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള റൂമറുകൾ നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കോ എന്നാണ് ജ്യോതിർമയ് പറയുന്നത്. ജ്യോതിർമയ് പറയുന്നത് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന റൂമറുകൾ നിങ്ങൾ മറന്നേക്കുക. 5 വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതുതായിട്ട് വരുന്നുണ്ട്. ആഷ്ലി വെസ്റ്റ്വുഡ് പരിശീലകനായിട്ട് തുടരും. ചർച്ചിൽ ബ്രദേഴ്സിൽ കളിക്കാൻ താല്പര്യമില്ലാത്ത ജംഷഡ്പൂർ എഫ്സിയിലെ വലിയൊരു വിഭാഗം താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ വരാൻ തൽപരരാണ്. പിന്നെ 2 ക്വാളിറ്റി ഡൊമസ്റ്റിക് പ്ലേയേഴ്സുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ജ്യോതിർമയ് ചത്തോപാധ്യായ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വലിയ റിപ്പോർട്ടുകൾ ഇതാണ്. ഇതിനെക്കാട്ടി കൂടുതൽ എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇത് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം എന്നൊന്നും പറയുന്നില്ല. ഞാൻ കണ്ടത് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെന്നേ ഉള്ളൂ. എന്നാലും ഞാൻ ഇത്തിരി ലേറ്റാണ്, സോറി.